everyone, welcome to our YouTube channel Vanitha IT ചാലക്കുടി. നിങ്ങൾ എപ്പോഴെങ്കിലും ഇന്റർനെറ്റ് വഴി ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉദാഹരണത്തിന് മൊബൈലോ ലാപ്ടോപ്പോ വസ്ത്രങ്ങളോ വാങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി നിങ്ങളുടെ പഴയ മൊബൈലോ ലാപ്ടോപ്പോ വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി പണമിടപാട് നടത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇ കോമേഴ്സിന്റെ ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് ഇ കോമേഴ്സിന് ഉണ്ടായിരിക്കുന്നത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. അതുകൊണ്ട് തന്നെ ഇ കോമേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നമുക്ക് ഇ കോമേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഇ കോമേഴ്സ് എന്നാൽ ഇലക്ട്രോണിക് കോമേഴ്സ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്താണ് ഇ കോമേഴ്സ് എന്നും ട്രഡീഷണൽ കോമേഴ്സിൽ നിന്നും ഇ കോമേഴ്സ് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നും ആണ്. കൂടാതെ ഇ കോമേഴ്സിന്റെ ടൈപ്സും ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജസും നമുക്ക് പഠിക്കാം. E-commerce is the process of buying and selling products or service and transfer of funds using internet. ഇന്റർനെറ്റ് വഴി ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ സേവനങ്ങൾ സ്വീകരിക്കുകയോ നൽകുകയോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇ കോമേഴ്സ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് വഴിയുള്ള പണമിടപാടും ഇതിൽ ഉൾപ്പെടും. eBay and Amazon were the first internet companies to introduce electronic transactions. eBayയും ആമസോണുമാണ് ആദ്യമായി ഇന്റർനെറ്റ് വഴി ഇടപാട് തുടങ്ങിയ കമ്പനികൾ. ഇനി നമുക്ക് ഇ കോമേഴ്സ് ഏതൊക്കെ മേഖലകളിലാണ് ഉപയോഗപ്രദം എന്ന് നോക്കാം. ഇ കോമേഴ്സ് ഡ്രോസ് ഓൺ ടെക്നോളജീസ് സച്ച് ആസ് മൊബൈൽ കോമേഴ്സ്. മൊബൈൽ ഫോൺ ഓർ ടാബ്ലറ്റ്സ് ഉപയോഗിച്ചുള്ള എല്ലാ ഇടപാടുകളും മൊബൈൽ കോമേഴ്സ് എന്ന് പറയുന്നു. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ അഥവാ ഇന്റർനെറ്റ് വഴിയുള്ള പണമിടപാട്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. റോ മെറ്റീരിയൽസ് പ്രോഡക്റ്റായി മാറുന്നത് വരെയുള്ള ഘട്ടങ്ങൾ മാനേജ് ചെയ്യുന്നതിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽ ട്രാൻസ്പോർട്ടിംഗ്, പ്രോഡക്റ്റ് ട്രാൻസ്പോർട്ടിംഗ് ഇവയെല്ലാം ഇ കോമേഴ്സ് വഴി സാധ്യമാണ്. ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്. ഇ കോമേഴ്സ് വെബ്സൈറ്റിൽ കാണുന്ന പരസ്യങ്ങൾ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഈ പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസിംഗ് സിസ്റ്റം. ആമസോൺ, eBay, ഗൂഗിൾ പേ എന്നിവ പോലെയുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻ ആപ്ലിക്കേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ക്ലാസ് ഓഫ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസിംഗ് സിസ്റ്റം. ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച്. പണ്ട് പേപ്പർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന വിവരങ്ങൾ ഇപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങൾ ഇലക്ട്രോണിക്കലി ഹാൻഡിൽ ചെയ്യുന്നു. ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം. ഗോഡൌൺ, വെയർഹൌസ് ഇവിടങ്ങളിൽ സൂക്ഷിക്കുന്ന സാധനങ്ങൾ എത്തിക്കുന്നതിനും തിരിച്ചയക്കുന്നതിനും ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ ഇ കോമേഴ്സിന് സാധ്യമാണ്. ഓട്ടോമേറ്റഡ് ഡാറ്റ കളക്ഷൻ സിസ്റ്റം. ഹ്യൂമൻ ഇന്ററാക്ഷൻ ഇല്ലാതെ തികച്ചും ഇലക്ട്രോണിക്കലി വിവരങ്ങൾ ശേഖരിക്കുന്ന സംവിധാനമാണിത്. ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റം, ഡാറ്റ കളക്ഷൻ സർവീസ് എന്നിവയാണ് ഇതിനുപയോഗിക്കുന്ന ഇമ്പോർട്ടന്റ് ടൂൾസ്. ഇ കോമേഴ്സ് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഇ കോമേഴ്സ് ബിസിനസ് മേ എംപ്ലോയ് ഫോളോയിങ് പ്രാക്ടീസസ്. പ്രൊവൈഡ് വെർച്വൽ സ്റ്റോർ ഫ്രണ്ട്സ് ഓൺ വെബ്സൈറ്റ്സ് വിത്ത് ഓൺലൈൻ. ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ സൈറ്റുകളിൽ ഷോപ്പുകളിലേതിന് സമാനമായി സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അവയുടെ ഇമേജസും അവയെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകിയിട്ടാണ്. കാറ്റലോഗ്സ്, സംടൈംസ് ഗാതേർഡ് ഇൻടു എ വെർച്വൽ മാൾ. സാധനങ്ങൾ ഒരു മാളിൽ എന്ന പോലെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. വസ്ത്രങ്ങൾക്ക് ഒരു സെക്ഷൻ, വീട്ടുപകരണങ്ങൾക്ക് മറ്റൊരു സെക്ഷൻ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് പ്രത്യേക സെക്ഷൻ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. Buy or sell on websites on online marketplaces. ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ സൈറ്റുകളിൽ സാധനങ്ങൾ വാങ്ങുന്നതിനും eBay, OLX എന്നീ സൈറ്റുകളിൽ സാധനങ്ങൾ വിൽക്കുന്നതിനും സാധിക്കുന്നു. Gather and use demographic data through web contacts and social media. ഡെമോഗ്രാഫിക് ഡാറ്റ എന്ന് പറയുന്നത് പോപ്പുലേഷൻ തരംതിരിച്ച് വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതാണ്. അതിൽ ഏജ്, ജെൻഡർ എന്നിവ വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആമസോൺ സന്ദർശകരിൽ 50% ആളുകൾ 30 മുതൽ 50 വയസ്സ് വരെ ഉള്ളവരാണ്. 20% ആളുകൾ
20 മുതൽ 30 വയസ്സ് വരെ ഉള്ളവരും 20 വയസ്സിന് താഴെ വെറും 5% മാത്രമാണ്. ആയതിനാൽ ഭൂരിഭാഗം കസ്റ്റമേഴ്സിന്റെ താൽപര്യം പരിഗണിച്ചായിരിക്കും സൈറ്റ് മോഡിഫൈ ചെയ്യുന്നത്. യൂസ് ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച്, ദ ബിസിനസ് ടു ബിസിനസ് എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ. ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച്. പണ്ട് പേപ്പർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന വിവരങ്ങൾ ഇപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങൾ ഇലക്ട്രോണിക്കലി ഹാൻഡിൽ ചെയ്യുന്നു. റീച്ച് പ്രോസ്പെക്റ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് കസ്റ്റമേഴ്സ് ബൈ ഇമെയിൽ. കസ്റ്റമേഴ്സിന്റെ ഇമെയിൽ ID കളക്ട് ചെയ്യുന്നത് വഴി അവർക്ക് പേഴ്സണലൈസ്ഡ് സജഷൻ മെയിൽ വഴി കൊടുക്കാൻ സാധിക്കുന്നു. അതിലൂടെ ഫീഡ്ബാക്ക് സാധ്യമാകുന്നു. ഇതുവഴി ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. യൂസ് ബിസിനസ് ടു ബിസിനസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ്. കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ. പ്രൊവൈഡ് സെക്യൂർ ബിസിനസ് ട്രാൻസാക്ഷൻസ്. സെക്യൂർ ബിസിനസ് ട്രാൻസാക്ഷൻ. നമ്മുടെ പിൻ നമ്പർ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിരിക്കും. ആയതിനാൽ സൈറ്റുകൾക്ക് പിൻ ആക്സസ് ചെയ്യുവാൻ സാധ്യമല്ല. ഇതിലൂടെ ട്രാൻസാക്ഷൻ സെക്യൂർഡ് ആവുന്നു. ഇനി നമുക്ക് ട്രഡീഷണൽ കൊമേഴ്സിനെ പരിചയപ്പെടാം. സാധനങ്ങൾ ഓർ സേവനങ്ങൾ വാങ്ങുവാൻ വേണ്ടി നമ്മൾ ഷോപ്പിലേക്ക് പോകേണ്ടി വരുന്നു. നമുക്ക് സാധനങ്ങൾ വെരിഫൈ ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു TV വാങ്ങാൻ പോകുമ്പോൾ അതിന്റെ പിക്ചർ ക്വാളിറ്റി അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റി എല്ലാം നമുക്ക് വാങ്ങുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യാവുന്നതാണ്. വിൽപ്പനക്കാരനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് മൂലം ഭാവിയിൽ സർവീസിന് കൊടുക്കുവാൻ വിൽപ്പനക്കാരനെ സമീപിക്കാം. കടയുടെ വാടക, തൊഴിലാളികളുടെ വേതനം ഇവയിലെ ഏറ്റക്കുറച്ചിലുകൾ സാധനങ്ങളുടെ വിലയെയും ബാധിച്ചേക്കാവുന്നതാണ്. ഇനി ട്രഡീഷണൽ കോമേഴ്സിൽ നിന്നും വ്യത്യസ്തമായി ഇ കോമേഴ്സിനെ മനസ്സിലാക്കാം. സാധനങ്ങളുടെ ഫോട്ടോസും സ്പെസിഫിക്കേഷൻസും വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ സാധ്യമല്ല. കടയിലോട്ട് പോകേണ്ടതില്ലാത്തതുകൊണ്ട് സമയവും യാത്രാ ചെലവും ലാഭമാണ്. ഇന്റർനെറ്റും ആക്സസ് ചെയ്യാൻ ഒരു ഡിവൈസും മാത്രം മതി. നേരിട്ട് വിൽപ്പനക്കാരനുമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്തതിനാൽ സർവീസ് സെന്റർ മുഖേന മാത്രമേ റിപ്പയറിംഗിന് സാധ്യതയുള്ളൂ. കടവാടകയും തൊഴിലാളി വേതനവും ഇല്ലാത്തതിനാൽ സാധനങ്ങളുടെ വില കമ്പാരറ്റീവ്ലി കുറവാണ്. ആക്സസിബിലിറ്റി ഓഫ് ഇ കോമേഴ്സ്. ഇ കോമേഴ്സ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ഭൂരിഭാഗവും പട്ടണങ്ങളിൽ നിന്നുള്ളവരാണ്. മെയിൻ റീസൺ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും അതുപയോഗിക്കാനുള്ള ഡിവൈസുമാണ്. ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾ ഇ കോമേഴ്സ് സർവീസ് ഉപയോഗിക്കുന്നത് താരതമ്യേന കുറവാണ്. കസ്റ്റമേഴ്സിന്റെ പിൻകോഡ് വെരിഫൈ ചെയ്യുന്നത് വഴി സാധനങ്ങൾ അവരുടെ വീടുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്ന് ചെക്ക് ചെയ്യുന്നു. കടകളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വെറൈറ്റി ഓഫ് ഉൽപ്പന്നങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാക്കാൻ സാധ്യമാണ്. ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് ഡെലിവറിയും ചെയ്യുന്നു. ടൈപ്സ് ഓഫ് ഇ-കോമേഴ്സ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 4 categories. Business to business (B2B) identifies both the seller as well as the buyer as business entities. B2B covers a large number of applications which enables business to form relationship with their distributors, resellers, suppliers, etc. ഒരു കമ്പനി ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മറ്റൊരു കമ്പനിക്ക് വിൽക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കാർ നിർമ്മാണ കമ്പനി കാറിന്റെ ഡിഫറന്റ് പാർട്സ് വാങ്ങിക്കുന്നത് ഡിഫറന്റ് കമ്പനികളിൽ നിന്നാണ്. ഉദാഹരണം ടയർ, ബോഡി, സീറ്റ് മെറ്റീരിയൽ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ. ഇവ എല്ലാം കൂടി അസംബിൾ ചെയ്യുന്നത് ഒരു കമ്പനി ആയിരിക്കും. ഈ കമ്പനികൾ തമ്മിലുള്ള ഇ-കോമേഴ്സ് ആണ് B2B. Next one, business to customer (B2C) is a business model based on transaction between a company that sells products or services and individual customers who are the end users of these products. B2C e-commerce definition suggests the commerce transaction through a company website featured with online catalog. ഒരു കമ്പനി അതിന്റെ പ്രോഡക്ട്സ് കസ്റ്റമേഴ്സിന് സെൽ ചെയ്യുന്നതിനെ B2C എന്ന് പറയുന്നു. ഇത് ഒരു സിംഗിൾ സ്റ്റെപ്പ് ട്രാൻസാക്ഷൻ ആണ്.
ഓൺലൈനിൽ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് വീടുകളിൽ ഡെലിവറി ചെയ്യുന്ന മിന്ത്ര ഷോപ്പ്, ഡൊമിനോസ് പിസ്സ എന്നിവ ഉദാഹരണങ്ങളാണ്. Next one, government to business G2B is a business model where all the information and services are provided by the government to the business organizations. The information is shared through a vast network of different government websites. ഗവൺമെന്റും കമ്പനീസും തമ്മിൽ നടക്കുന്ന ഇൻഫർമേഷൻ ഓർ സർവീസ് ട്രാൻസാക്ഷനെ സൂചിപ്പിക്കുന്നു. ഇവിടെ കമ്പനീസ് ആണ് റിസീവർ, ഗവൺമെന്റ് പ്രൊവൈഡറുമാണ്. ഒരു വെബ്സൈറ്റ് വഴിയാണ് ഇത് സാധ്യമാകുന്നത്. ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ്, ഇലക്ട്രോണിക് ഓപ്ഷൻസ്, ലേണിംഗ്, സെൻഡിംഗ് ഫിൽഡ് ഔട്ട് ഇലക്ട്രോണിക് ഫോംസ്, സെൻഡിംഗ് ഇലക്ട്രോണിക് പേയ്മെന്റ്സ് ഇവയെല്ലാം G2B-യിൽ ഉൾപ്പെടുന്നു. Government to citizen G2C. The electronic commerce activities performed between the government and its citizens or consumers, including paying taxes, registering vehicles, and providing information and services. ഗവൺമെന്റ് വെബ്സൈറ്റ് വഴി കൺസ്യൂമേഴ്സിന് സേവനം ലഭ്യമാക്കുന്നു. ഉദാഹരണത്തിന് ടാക്സ് പേയ്മെന്റ്, ട്രാഫിക് പിഴ ചുമത്തൽ, വെഹിക്കിൾ രജിസ്ട്രേഷൻ ഇവയെല്ലാം തന്നെ കൺസ്യൂമേഴ്സ് ഗവൺമെന്റിന് വെബ്സൈറ്റ് വഴി പണം അടയ്ക്കുന്നു. ഇതുവഴി കസ്റ്റമേഴ്സിന് സമയം ലാഭിക്കാൻ സാധിക്കുന്നു. Scope of e-commerce. At present, it is in the embryonic stage, but in the future, it would become the part of day-to-day life. ഇ-കോമേഴ്സ് ഇപ്പോൾ അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിലും ഫ്യൂച്ചറിൽ അത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറും. There are 4 main areas in which companies conduct e-commerce: direct marketing, selling and service, online banking and billing, secure distribution of information. നമ്മുടെ ഇൻഫർമേഷൻ സെക്യൂർ ആയിട്ട് അല്ലെങ്കിൽ എൻക്രിപ്റ്റഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. വാല്യൂ ചെയിൻ ട്രേഡിംഗ് ആൻഡ് കോർപ്പറേറ്റ് പർച്ചേസിംഗ്. വാല്യൂ ചെയിൻ ട്രേഡിംഗ് മീൻസ് ബിസിനസ് അനലൈസ് ചെയ്തിട്ട് ചെലവ് ചുരുക്കി പ്രൊഡക്റ്റ് വിൽപ്പനയിലേക്ക് എത്തിക്കുന്നു. കോർപ്പറേറ്റ് പർച്ചേസിംഗ് മീൻസ് ആഗോളതലത്തിൽ കമ്പനീസ് എല്ലാം കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. ഫില്ലിംഗ് ടാക്സ് റിട്ടേൺ ടു ഗവൺമെന്റ്. ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കാനും ഇ-കോമേഴ്സ് ഉപയോഗിക്കുന്നു. G2B ഒരു ഉദാഹരണമാണ്. അപ്ലിക്കേഷൻസ്. ഹോം ബാങ്കിംഗ്, ജിപേ, പേടിഎം എന്നീ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് പണമിടപാടുകൾ നടത്തുന്നു. ഷോപ്പിംഗ് ഇൻ ഇലക്ട്രോണിക് മാൾസ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ സൈറ്റുകൾ വഴി നമുക്ക് ഷോപ്പിംഗ് നടത്താം. ബൈയിങ് സ്റ്റോക്സ്. പല കമ്പനികളുടെയും ഓഹരികൾ ഓൺലൈനായി വാങ്ങുവാൻ ഇന്ന് സാധ്യമാണ്. ഫൈൻഡിംഗ് എ ജോബ്. ഇന്റേൺശാല പോലുള്ള സൈറ്റുകളിൽ ഇന്ന് ജോലികൾ അന്വേഷിക്കാൻ വീട്ടിലിരുന്ന് സാധ്യമാണ്. കണ്ടക്ടിംഗ് ആൻ ഓപ്ഷൻ. ലേലം വിളിക്കുന്നതും ഓൺലൈനിലാണ്. Collaborating electronically with business partners around the globe and providing customer service. ആഗോളതലത്തിൽ വിവിധ കമ്പനികളുമായി കൂടിച്ചേർന്ന് ഇന്റർനെറ്റ് വഴി സേവനം കസ്റ്റമേഴ്സിന് ലഭ്യമാണ്. അഡ്വാൻറ്റേജസ് ഓഫ് ഇ-കോമേഴ്സ്. ഫാസ്റ്റർ ബൈയിങ് ഓർ സെല്ലിംഗ് പ്രൊസീജിയർ. ഒരു സിംഗിൾ ക്ലിക്കിൽ തന്നെ സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സാധിക്കുന്നു. ഈസി ടു ഫൈൻഡ് പ്രോഡക്ട്സ്. സാധനങ്ങൾ എളുപ്പത്തിൽ സെർച്ച് ചെയ്ത് കണ്ടെത്താവുന്നതാണ്. ബൈയിങ് ഓർ സെല്ലിംഗ് 24/7. 24 മണിക്കൂറും ബിസിനസ് നടത്താവുന്നതാണ്. മോർ റീച്ച് ടു കസ്റ്റമേഴ്സ്. മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളിലേക്കെല്ലാം പ്രോഡക്റ്റ് എത്തിക്കുവാൻ സാധിക്കുന്നതാണ്. There is no theoretical geographic limitations. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ഇന്റർനെറ്റ് യൂസ് ചെയ്ത് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. ലോ ഓപ്പറേഷണൽ കോസ്റ്റ് ആൻഡ് ബെറ്റർ ക്വാളിറ്റി ഓഫ് സർവീസസ്. കടകളോ അധികം തൊഴിലാളികളോ ഇല്ലാത്തതിനാൽ ചെലവ് കുറവായിരിക്കും. നോ നീഡ് ഓഫ് ഫിസിക്കൽ കമ്പനി സെറ്റപ്സ്. കടകൾ, ഔട്ട്ലെറ്റ് എന്നിവ ആവശ്യമില്ല. ഈസി ടു സ്റ്റാർട്ട് ആൻഡ് മാനേജ് എ ബിസിനസ്.
ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ എളുപ്പം ഇ-കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കസ്റ്റമേഴ്സ് ക്യാൻ ഈസിലി സെലക്ട് പ്രോഡക്ട്സ് ഫ്രം ഡിഫറെന്റ് പ്രൊവൈഡേഴ്സ് വിതൗട്ട് മൂവിംഗ് അറൌണ്ട് ഫിസിക്കലി. വീട്ടിലിരുന്ന് തന്നെ വ്യത്യസ്തമായ പ്രോഡക്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. Disadvantages of e-commerce. Anyone, good or bad, can easily start a business, and there are many bad sites which eat up customers' money. ട്രസ്റ്റഡ് അല്ലാത്ത സൈറ്റ്സ് ധാരാളം ഉണ്ടായിരിക്കും. നമ്മുടെ പൈസ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. There is no guarantee of product quality. പ്രോഡക്റ്റ് ക്വാളിറ്റിക്ക് ഗ്യാരണ്ടി ഉണ്ടാവണമെന്നില്ല. Mechanical failures can cause unpredictable effects on the total processes. വെയർഹൌസിലെയോ ഗോഡൌണിലെയോ പിഴകൾ ഡെലിവറി പ്രോസസ്സിനെ ബാധിച്ചേക്കാം. As there is minimum chance of direct customer to company interactions, customers' loyalty is always on check. കസ്റ്റമറും കമ്പനിയും തമ്മിൽ ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു കസ്റ്റമർ കമ്പനി റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് പരിമിതികളുണ്ട്. There are many hackers who look for opportunities, and thus an e-commerce site, service, payment gateways all are always prone to attack. സൈറ്റിൽ കൊടുക്കുന്ന വിവരങ്ങൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. Benefits of e-commerce. E-commerce allows people to carry out business without the barriers of time or distance. One can log on to the internet at any point of time and purchase or sell anything one desires. ഏത് സമയത്തും എവിടെ നിന്നായാലും നമുക്ക് ബിസിനസ് നടത്താം. The direct cost of sale for an order taken from a website is lower than through traditional means. കടകളുടെയും ഇടനിലക്കാരുടെയും തൊഴിലാളികളുടെയും ഇടപെടലുകൾ പരിമിതമായതിനാൽ പ്രോഡക്റ്റിന്റെ വില താരതമ്യേന കുറവാണ്. Eliminates processing errors. പ്രോസസിംഗ് എറേഴ്സും കുറവായിരിക്കും. Cheapest means of doing business. Benefits from the buyer's perspective. Reduction in buyers sorting out time, better buyer decisions, less time is spent in resolving invoice and order discrepancies, increased opportunities for buying alternative products. ഇ-കോമേഴ്സ് ഉപയോഗിക്കുന്നത് വഴി ബയേഴ്സിനുള്ള ബെനിഫിറ്റ്സ് ഒട്ടേറെയാണ്. ആവശ്യമുള്ള സാധനങ്ങൾ വിലയുടെയും ബ്രാൻഡിന്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കാനും കൂടുതൽ ഓപ്ഷനുകൾ ഉള്ളതിനാൽ ഒരു ബെറ്റർ ഡിസിഷൻ സ്വീകരിക്കാനും സാധിക്കുന്നുണ്ട്. ക്യാഷ് കൗണ്ടറിൽ പോയി ബിൽ പേ ചെയ്യാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമായ സാധനങ്ങൾ തിരഞ്ഞ് അലയേണ്ടതില്ല. ഇഷ്ടമുള്ള പ്രോഡക്ട്സ് വാങ്ങുവാനുള്ള സ്വാതന്ത്ര്യം എന്നിങ്ങനെ പോകുന്നു ഇ-കോമേഴ്സിന്റെ ബെനിഫിറ്റ്സ്. Thank you for watching this video.